വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 1 മുതൽ 75 വരെയുള്ള തിരുവചനങ്ങൾ. യേശു കുഷ്ഠരോഗിയായിരുന്ന ശിമയോന്റെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണിയിൽ വളരെ വിലപിടിപ്പുള്ള സുഗന്ധതൈലവുമായി അദ്ദേഹത്തിൻ്റെ അടുത്തു വന്ന് ഭക്ഷണത്തിനിരിക്കുവായിരുന്ന യേശുവിൻ്റെ ശിരസിൽ ഒഴിച്ചു. ഇത് കണ്ട് കുപിതരായ ശിഷ്യന്മാർ, ഈ പാഴ്ചെലവ് എന്തിന്? ഈ സുഗന്ധതൈലം വലിയൊരു തുകയ്ക്ക് വിറ്റ് ആ പണം ദരിദ്രർക്ക് ദാനം ചെയ്യാമായിരുന്നില്ലേ എന്ന് അവളോട് ചോദിച്ചു. യേശു ഇത് മനസ്സിലാക്കിയിട്ട് അവരോട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ ഈ സ്ത്രീയെ വിമർശിക്കുന്നത് എന്തിന്? അവൾ എനിക്ക് ചെയ്തത് ഒരു നല്ല കാര്യമാണല്ലോ. ദരിദ്രർ നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും, ഞാനോ നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുകയില്ല. അവൾ ഈ സുഗന്ധതൈലം എൻ്റെ ശരീരത്തിന്മേൽ ഒഴിച്ചുകൊണ്ട് ശവസംസ്കാരത്തിന് എന്നെ ഒരുക്കുകയായിരുന്നു. ലോകമെങ്ങും ഈ സുവിശേഷം വിളംബരം ചെയ്യുന്നിടത്തെല്ലാം അവൾ ചെയ്തത് അവളുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 12 ശിഷ്യന്മാരിൽ ഒരാളായ യൂദാസ് പുരോഹിത മുഖ്യന്മാരെ സമീപിച്ച് യേശുവിനെ തിരിച്ചറിയാൻ സഹായിച്ചാൽ നിങ്ങൾ എനിക്ക് എന്തു തരും എന്ന് ചോദിച്ചു. അവർ അവന് 30 വെള്ളി നാണയങ്ങൾ എണ്ണിക്കൊടുത്തു. യൂദാസ് ആ നിമിഷം മുതൽ യേശുവിനെ അറസ്റ്റ് ചെയ്യിക്കുവാനുള്ള അവസരം നോക്കിയിരുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിലെ ആദ്യ ദിവസം ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന്, അങ്ങേക്ക് പെസഹ ഭക്ഷിക്കാൻ ഞങ്ങൾ എവിടെയാണ് ഒരുക്കേണ്ടത് എന്ന് ചോദിച്ചു. നിങ്ങൾ പട്ടണത്തിൽ ഞാൻ പരാമർശിക്കുന്ന വ്യക്തിയുടെ അടുക്കൽ ചെന്ന്, ഗുരു പറയുന്നു, എൻ്റെ സമയം അടുത്തെത്തിയിരിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ ആചരിക്കാൻ ആഗ്രഹിക്കുന്നത് തങ്ങളുടെ ഭവനത്തിൽ ആണ് എന്ന് പറയുക. യേശു നിർദ്ദേശിച്ചതുപോലെ ശിഷ്യന്മാർ ചെയ്തു. അവർ പെസഹ ഒരുക്കി. അവർ പെസഹ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് ഇങ്ങനെ അരുൾ ചെയ്തു: വാങ്ങി ഭക്ഷിക്കുക, ഇത് എൻ്റെ ശരീരമാകുന്നു. പിന്നെ അവിടുന്ന് പാനപാത്രമെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: എല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുക, ഇത് എൻ്റെ രക്തമാകുന്നു, അനേകരുടെ പാപമോചനത്തിനു വേണ്ടി ചൊരിയപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തം. എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് ഞാൻ ഇത് പുതുതായി കുടിക്കുന്ന ദിവസം വരെ മുന്തിരിവള്ളിയുടെ ഫലത്തിൽ നിന്നും പാനം ചെയ്യുകയില്ല. അതിനുശേഷം അവർ ഒരു സ്തോത്രഗീതം പാടി ഒലിവ് മലയിലേക്ക് പോയി. പിന്നെ യേശു അവരോട് പറഞ്ഞു: ഈ രാത്രിയിൽ തന്നെ എനിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിമിത്തം നിങ്ങൾ എല്ലാവരും എന്നെ പരിത്യജിക്കും. ഞാൻ ഇടയനെ വെട്ടും, ആട്ടിൻപറ്റം ചിതറിപ്പോകും എന്ന് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നല്ലോ. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നതിന് ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലീലയിലേക്ക് പോകും. അപ്പോൾ പത്രോസ്, എല്ലാവരും അങ്ങയെ പരിത്യജിച്ചാലും ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. ഈ രാത്രിയിൽ കോഴി കൂവുന്നതിന് മുമ്പ് നിശ്ചയമായും നീ എന്നെ 3 പ്രാവശ്യം തിരസ്കരിച്ച് പറയും എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഒരിക്കലുമില്ല, അങ്ങയോടൊപ്പം മരിക്കേണ്ടി വന്നാലും ഞാൻ അങ്ങയെ തിരസ്കരിക്കുകയില്ല എന്ന് പത്രോസ് പ്രഖ്യാപിച്ചു. മറ്റു ശിഷ്യന്മാരും ഇതുതന്നെ ആവർത്തിച്ചു. യേശു തൻ്റെ ശിഷ്യന്മാരുമൊത്ത്
ഗത്ശമന എന്ന സ്ഥലത്തെത്തി. ഞാൻ അവിടം വരെ പ്രാർത്ഥിക്കാൻ പോകുന്നു, അതുവരെ നിങ്ങൾ ഇവിടെ ഇരിക്കുക എന്ന് മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും അല്പം ദൂരം മാറിപ്പോയി. അദ്ദേഹം ദുഃഖവിവശനായി വ്യാകുലപ്പെടാൻ തുടങ്ങി. എൻ്റെ പ്രാണനിൽ ദുഃഖം നിറഞ്ഞ് കവിഞ്ഞിട്ട് ഞാൻ മരണസന്നനായിരിക്കുന്നു. നിങ്ങൾ എന്നോടൊപ്പം ഇവിടെ ഉണർന്നിരിക്കുക എന്ന് അവരോട് പറഞ്ഞു. യേശു പിന്നെയും അല്പം കൂടി മുന്നോട്ട് ചെന്ന് മുട്ടുകുത്തി മുഖം നിലം വരെ കുനിച്ച്, എൻ്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും മാറ്റിത്തരണമേ. എങ്കിലും എൻ്റെ അവിഷ്ടം പോലെയല്ല, അവിടുത്തെ തിരുവിഷ്ടം പോലെ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം യേശു ശിഷ്യന്മാരുടെ അടുക്കൽ മടങ്ങി വന്നു. ഉറക്കത്തിലാണ്ടുപോയ ശിഷ്യന്മാരെ കണ്ടിട്ട്, 1 മണിക്കൂർ പോലും എന്നോടുകൂടെ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ എന്ന് അദ്ദേഹം പത്രോസിനോട് ചോദിച്ചു. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ആത്മാവ് സന്നദ്ധം, എന്നാൽ ശരീരമോ അതിദുർബലം. യേശു രണ്ടാമതും പോയി, എൻ്റെ പിതാവേ, ഞാൻ പാനം ചെയ്യാതെ ഈ പാനപാത്രം നീങ്ങിപ്പോകുക അസാധ്യമെങ്കിൽ അവിടുത്തെ അവിഷ്ടം തന്നെ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ നിദ്രഭാരം കൊണ്ട് അവർ പിന്നെയും ഉറങ്ങുന്നത് കണ്ടു. വീണ്ടും അവരെ വിട്ടുപോയി. മൂന്നാമതും യേശു അതേ കാര്യം തന്നെ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു. പിന്നെ അദ്ദേഹം ശിഷ്യന്മാരുടെ അടുക്കൽ മടങ്ങി വന്ന്, ഇപ്പോഴും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുകയാണോ? മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. എഴുന്നേൽക്കുക, നമുക്ക് പോകാം. എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ ഇതാ ഇവിടെ എന്ന് അരുൾ ചെയ്തു. യേശു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 12 ശിഷ്യന്മാരിൽ ഒരാളായ യൂദാസ് അവിടെ എത്തി. പുരോഹിത മുഖ്യന്മാരും സമുദായ നേതാക്കന്മാരും അയച്ച ഒരു ജനസഞ്ചയം വാളുകളും വടികളുമേന്തി അവനോടൊപ്പം വന്നിരുന്നു. ഒറ്റിക്കൊടുക്കുന്ന യൂദ, ഞാൻ ചുംബനം കൊണ്ട് ആരെ അഭിവാദനം ചെയ്യുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക എന്ന ഒരടയാളം അവരുമായി പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ യൂദാസ് യേശുവിൻ്റെ അടുത്തേക്ക് ചെന്ന്, റബ്ബി, വന്ദനം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ചുംബിച്ചു. യേശു, സ്നേഹിത, നീ വന്നതെന്തിനോ അതുതന്നെ ചെയ്യുക എന്ന് പ്രതിവചിച്ചു. ഉടനെ ജനം മുന്നോട്ട് ചെന്ന് യേശുവിനെ കടന്നു പിടിച്ച് അദ്ദേഹത്തെ ബന്ധിച്ചു. അപ്പോൾ യേശുവിനോടൊപ്പം നിന്നവരിൽ ഒരാൾ ആ കൈ നീട്ടി തൻ്റെ വാൾ വലിച്ചൂരി മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അയാളുടെ കാത് ഛേദിച്ചു കളഞ്ഞു. അപ്പോൾ യേശു അവനോട്, നിൻ്റെ വാൾ ഉറയിലിടുക. വാൾ ഏന്തുന്നവരെല്ലാം അന്ത്യം വാൾ കൊണ്ട് തന്നെ ആയിരിക്കും. എനിക്ക് എൻ്റെ പിതാവിൽ നിന്ന് സഹായം അഭ്യർത്ഥിക്കാൻ കഴിയില്ല എന്നാണോ നീ കരുതുന്നത്? അപ്പോൾ തന്നെ അവിടുന്ന് 10,000 ദൂതന്മാരെ എനിക്ക് വേണ്ടി അണിനിരത്തുകയില്ലേ? അങ്ങനെയായാൽ ഇവയെല്ലാം സംഭവിക്കണം എന്ന തിരുവെഴുത്തുകൾ എങ്ങനെ നിർവൃതിയാകും? യേശു ജനക്കൂട്ടത്തോട്, ഞാൻ ഒരു വിപ്ലവം നയിക്കുന്നതിലാണോ നിങ്ങൾ എന്നെ പിടിച്ചു കെട്ടാൻ വാളുകളും വടികളും എന്തി വരുന്നത്? ഞാൻ ദിവസവും ഉപദേശിച്ചുകൊണ്ട് ദേവാലയ അങ്കണത്തിൽ ഇരുന്നപ്പോൾ എന്നെ നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല?
എന്നാൽ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവാചക വചനങ്ങൾ നിറവേറുന്നതിന് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ ശിഷ്യന്മാർ എല്ലാവരും യേശുവിനെ ഉപേക്ഷിച്ചിട്ട് ഓടി രക്ഷപ്പെട്ടു. യേശുവിനെ അറസ്റ്റ് ചെയ്തവർ അദ്ദേഹത്തെ മഹാപുരോഹിതൻ്റെ അരമനയിലേക്ക് കൊണ്ടുപോയി. അവിടെ വേദജ്ഞരും സമുദായ നേതാക്കന്മാരും ഒന്നിച്ചുകൂടിയിരുന്നു. അപ്പോൾ പത്രോസ് മഹാപുരോഹിതൻ്റെ അരമന അങ്കണത്തിൽ എത്തുന്നവരെ അല്പം അകലം വിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നാലെ ചെന്നു. പത്രോസ് അങ്കണത്തിനുള്ളിൽ കടന്ന് എന്തു സംഭവിക്കും എന്നറിയാൻ കാത്ത് അവിടെ കാവൽക്കാരോടൊപ്പം ഇരുന്നു. പുരോഹിത മുഖ്യന്മാരും യഹൂദ ന്യായസമിതിയും മുഴുവനും യേശുവിനെ വധശിക്ഷയ്ക്ക് ഏൽപ്പിക്കുന്നതിന് ഉതകുന്ന വ്യാജ തെളിവുകൾ അദ്ദേഹത്തിനെതിരെ അന്വേഷിച്ചു. കള്ളസാക്ഷ്യവുമായി പലരും മുന്നോട്ട് വന്നെങ്കിലും അവർ ആഗ്രഹിച്ച നിലയിലുള്ള ഒന്നും അവർക്ക് ലഭിച്ചില്ല. അവസാനം 2 പേർ മുന്നോട്ട് വന്ന്, എനിക്ക് ദേവാലയം തകർക്കാൻ കഴിയും, 3 ദിവസത്തിനകം അത് പുനർനിർമ്മിക്കാനും എനിക്ക് സാധിക്കും എന്ന് ഈ മനുഷ്യൻ പറഞ്ഞു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ മുഖ്യപുരോഹിതൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട്, നിനക്ക് മറുപടി ഒന്നും ഇല്ലേ? ഇവർ നിനക്കെതിരായി ഉന്നയിക്കുന്ന ഈ സാക്ഷ്യം എന്ത് എന്ന് യേശുവിനോട് ചോദിച്ചു. യേശുവോ നിശബ്ദനായിരുന്നു. മഹാപുരോഹിതൻ അദ്ദേഹത്തോട്, ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, നീ ദൈവപുത്രനായ ക്രിസ്തുവെങ്കിൽ ഞങ്ങളോട് പറയുക എന്ന് ആവശ്യപ്പെട്ടു. അതിന് യേശു, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടുമായി പ്രഖ്യാപിക്കുകയാണ്, ഇന്നു മുതൽ മനുഷ്യപുത്രൻ സർവശക്തനായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപഭിക്ഷനായിരിക്കുന്നതും ആകാശമേഘങ്ങൾ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് അരുൾ ചെയ്തു. ഇത് കേട്ട ഉടനെ മഹാപുരോഹിതൻ തൻ്റെ വസ്ത്രം കീറിക്കൊണ്ട്, ഇയാൾ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു, ഇനി നമുക്ക് വേറെ സാക്ഷികളുടെ ആവശ്യം എന്തിനാ? ഇതാ ഇപ്പോൾ നിങ്ങൾ തന്നെ ദൈവദൂഷണം കേട്ടുവല്ലോ, നിങ്ങൾ എന്തു വിധിക്കുന്നു എന്ന് ചോദിച്ചു. അയാൾ വധശിക്ഷയ്ക്ക് അർഹൻ എന്ന് അവർ മറുപടി പറഞ്ഞു. അപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ മുഖത്ത് തുപ്പുകയും മുഷ്ടി ചുരുട്ടി ഇടിക്കുകയും ചെയ്തു. ചിലർ അദ്ദേഹത്തെ അടിച്ചുകൊണ്ട്, ക്രിസ്തുവേ, ആരാണ് നിന്നെ അടിച്ചത്? ഞങ്ങളോട് പ്രവചിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പരിഹസിച്ചു. പത്രോസ് പുറത്ത് അങ്കണത്തിൽ ഇരിക്കുകയായിരുന്നു. ഒരു വേലക്കാരി അദ്ദേഹത്തെ സമീപിച്ച്, നീയും ഗലീലക്കാരനായ യേശുവിനോടുകൂടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ പത്രോസ് അവരുടെ എല്ലാം മുമ്പിൽ വച്ച് അത് നിഷേധിച്ചു. നീ എന്താണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം അങ്കണ കവാടത്തിലേക്ക് പോയി. അവിടെ വെച്ച് മറ്റൊരു വേലക്കാരി അയാളെ കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്നവരോട്, ഈ മനുഷ്യൻ നസ്രായനായ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പത്രോസ് വീണ്ടും അത് നിഷേധിച്ചു. ആണയിട്ടുകൊണ്ട്, ആ മനുഷ്യനെ എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അല്പസമയം കഴിഞ്ഞ് അവിടെ ഇരുന്നവർ പത്രോസിൻ്റെ അടുക്കൽ ചെന്ന്, ഒരു സംശയവുമില്ല, നീയും അവരിൽ ഒരാൾ തന്നെയാണ്, നിന്റെ ഉച്ചാരണം തന്നെ അത് വ്യക്തമാക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ്, ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല എന്ന് അവരോട് ആണിടാനും പറയുവാനും തുടങ്ങി. ഉടനെ കോഴി കൂവി. കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തിരസ്കരിക്കും എന്ന് യേശു
തന്നോട് പറഞ്ഞിരുന്ന വാക്ക് പത്രോസ് ഓർത്തു. പത്രോസ് അതീവ ദുഃഖത്തോടെ പുറത്തുപോയി പൊട്ടിക്കരഞ്ഞു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ആമീൻ.